സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ തവണയും മമ്മൂക്കയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, അതായത് കരുതലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് മമ്മൂക്ക എന്ന്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ പ്രായഭേദമന്യേ എല്ലാ ആളുകളെയും, അത് ജാതിയോ മതമോ പണമോ ഒന്നും നോക്കാതെ, പദവിയോ ഒന്നും നോക്കാതെ, സ്റ്റാർഡമോ ഒന്നും നോക്കാതെ, തൻ്റെ മുൻപിൽ വരുന്നവൻ ആരോ അവനെ മനുഷ്യനായിട്ട് മാത്രം കണ്ടുകൊണ്ട് അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മലയാളത്തിന്റെ ഇതിഹാസം അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹിയാണ് മമ്മൂക്ക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കേരളക്കരയിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മമ്മൂക്ക ഒരു കറകളഞ്ഞ മനുഷ്യ സ്നേഹിയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ മമ്മൂക്ക ആ ഒരു ചേർത്ത് പിടിക്കലായിട്ട് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകളെയും ചേർത്ത് പിടിക്കുന്ന, പുതിയ സിനിമകളിൽ വരുമ്പോൾ വിനായകനെ ചേർത്ത് പിടിക്കുന്ന, ഷൈൻ ടോം ചാക്കോയെ ചേർത്ത് പിടിക്കുന്നു, നമ്മുടെ ശ്രീനാഥ് ബാസിയെ ചേർത്ത് പിടിക്കുന്നു, ഇങ്ങനെ ഇവരെല്ലാം ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ വന്നിരിക്കുന്നൊരു വീഡിയോ, വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ഇന്ദ്രൻസ് ചേട്ടനെ, മലയാള സിനിമയുടെ എക്കാലത്തും എന്നും മുതൽക്കൂട്ടായിട്ടുള്ള ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു കലാകാരനെ ചേർത്ത് പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു മഹാനടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ ഇന്ന് വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ രീതിയിൽ, അതായത് അന്ന് എങ്ങനെയാണോ ഇന്ദ്രൻസ് ചേട്ടൻ ഉണ്ടായിരുന്നത്, ഇന്നും അതേ രീതിയിൽ തന്നെയാണ് അങ്ങേരുള്ളത്. അതായത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ ഇന്നും മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരു മനുഷ്യ സ്നേഹിയാണ് അതും കേട്ടോ. മമ്മൂക്കയെ പോലെ തന്നെ ഈ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത, അതെന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പോയ സമയത്ത് അദ്ദേഹം വീട്ടിൽ പോയതല്ല, ഞാൻ ആ വഴിയിൽ കൂടി പോയ സമയത്ത് അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ കയറി വാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട്, കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ച് അകത്ത് കയറ്റുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വേണ്ട, നമുക്ക് അവിടെ റൂമിൽ പോയിരുന്നു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുത്ത്, ആ ഫോട്ടോ നിങ്ങൾക്ക് സൈഡിൽ അറിയാൻ പറ്റും. അതായത് പുള്ളിയാണ് എന്നോട് ഇങ്ങോട്ട്, എൻ്റെ മനസ്സിലുണ്ട് ഇന്ദ്രൻസ് ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം, പക്ഷേ രാത്രിയാണ്, എങ്ങനെയാണ് ആ ഒരു വീട്ടിൽ ചെന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുക എന്ന് എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ, അതൊരു പക്ഷം മനസ്സിലായതുകൊണ്ടായിരിക്കണം കയറി വാമോനെ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞത്. സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ അടുത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്നു. നമ്മൾ പറയാതെ നമ്മളോട് പറഞ്ഞ് അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ താൻ വലിയൊരു നടനാണ്, അല്ലെ താൻ വലിയൊരു സംഭവമാണ്, അങ്ങനത്തെ ചിന്താഗതിയൊന്നുമില്ല. താനൊരു സാധാരണ ഒരു മനുഷ്യനാണെന്ന് തന്നെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനത്തെ സ്റ്റാർ വാല്യൂസോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിലുണ്ട്, എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വലിയ തലക്കനമാണ് എന്നൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. തൻ്റെ മുൻപിൽ ആര് വരുന്നോ അവരെ എല്ലാവരെയും തന്നെ പോലെ തന്നെ കാണുന്ന മറ്റൊരു മനുഷ്യ സ്നേഹി. മമ്മൂക്ക കഴിഞ്ഞാൽ മറ്റൊരു ഇന്ദ്രൻസ് ചേട്ടൻ എന്ന് പറയുന്ന, ആരോടും ഇന്നേ വരെ പോകുന്നൊരു വാക്ക് പറയാത്ത, പക്ഷെ ദേഷ്യം വന്നാൽ ഭയങ്കര കലിപ്പനുമായിട്ടുള്ള ഇന്ദ്രൻസ് ചേട്ടൻ. ആ ഇന്ദ്രൻസ് ചേട്ടനെ മമ്മൂക്ക ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ആശാൻ എന്ന് പറയുന്ന ഒരു സിനിമ, ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഇപ്പോൾ വരാൻ പോകുന്ന ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു സിനിമയുടെ പ്രസ് മീറ്റിൽ വെച്ചിട്ടാണ് മമ്മൂക്ക അവിടേക്ക് എത്തുന്നത്. മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമയുടെ പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല, എന്നെ വിളിച്ചു, എന്തിനോ ഞാൻ വന്നു എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക പറയുന്നത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. കുറച്ചധികം വീഡിയോസ് ഉണ്ട്, ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. എന്നെ കളിയായിട്ട് കളിച്ചിരിക്കുന്നത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീയോ എന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാർ. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. കണ്ടില്ലേ, അതാണ് മമ്മൂക്ക അവിടെ വെച്ച് പറഞ്ഞത്. വേറെയും കാര്യങ്ങൾ മമ്മൂക്ക പറയുന്നത്. നമുക്കൊരു ഇന്ദ്രൻസിൻ്റെ ഇടയ്ക്ക് ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പിള്ളേർക്കിടയിൽ ആ ഒരു ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കിടന്നുകൊണ്ട് പിള്ളേർക്കിടയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന ഒരു ഇന്ദ്രൻസ് ചേട്ടൻ. നമ്മൾ ആരും ഇതുവരെയും അദ്ദേഹത്തിന് അങ്ങനെ കണ്ടിട്ടില്ല. സിനിമയിൽ ചിലപ്പോൾ 1-2 വേഷങ്ങളിൽ അല്ലെങ്കിൽ 1-2 ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. എന്നാൽ പിള്ളേർക്കിടയിൽ ചെറുപ്പക്കാരനെ പോലെ ആ ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ കിടന്ന് പിള്ളേർക്കിടയിൽ കിടന്ന് ഉഴുതു മറിയുന്ന അല്ലെങ്കിൽ ചാടി കളിച്ച് മറിയുന്ന സന്തോഷവാനായിട്ടൊരു ഇന്ദ്രൻസ് ചേട്ടനെ നമ്മൾ കണ്ടു. അതിനെപ്പറ്റിയാണ് മമ്മൂക്ക ഇവിടെ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊരു കളിയാണ് കളിച്ചത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് കോട്ടും സ്യൂട്ട് വിട്ടൊരു ചെരുപ്പ് വിട്ടുകൊണ്ട് കാലിനായിട്ട് വരുന്നത്. നല്ല നടന്മാർ നമ്മുടെ സിനിമയിൽ ഇല്ലാഞ്ഞിട്ടല്ല, അവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണെന്നുള്ള രീതിയിൽ തന്നെ മമ്മൂക്ക അവിടെ പറയുന്നുണ്ട്. പിന്നെ മമ്മൂക്ക പറഞ്ഞൊരു കാര്യം, അതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, എന്തൊരു പെർഫോമൻസ്, ഞാൻ അന്തം വിട്ടുപോയി. ഇന്ദ്രൻസിൻ്റെ പ്രകടനത്തിനെ അഭിനന്ദിച്ച് മമ്മൂട്ടി എന്നാണ് ആ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ അവർ പറയുന്നത്. വേറൊരു വീഡിയോയിൽ
മമ്മൂക്ക എടുത്ത് ചോദിക്കണം, എന്നെ ഒരു കളിയാണ് ഇങ്ങനെ കളിച്ചേക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ കണ്ടുപോകാം. എന്റെ പേര് പമ്പസെറ്റ്. പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പസെറ്റ്? എന്ത് പമ്പസെറ്റ്? പമ്പസെറ്റ് എന്നൊരു സിനിമയാണ്. ജലധാര പമ്പസെറ്റ്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പൊ ഇന്ദ്രൻ സാറിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിന്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്തം വിട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാന് കുറേയേറെ സിനിമകളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പസെറ്റ് സിനിമ, എന്റെ പേര് പമ്പസെറ്റ്. പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പസെറ്റ്? എന്ത് പമ്പസെറ്റ്? പമ്പസെറ്റ് എന്നൊരു സിനിമയാണ്. ജലധാര പമ്പസെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിഞ്ഞില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ക്ഷണിക. കുട്ടന്റെ ക്ഷണിക. നിങ്ങൾ ആരെയും കണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളിയാളി കളിച്ചിരിക്കുന്നറിയാം. നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പായിട്ടൊരു വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ട്. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മമ്മൂക്ക പറഞ്ഞിരിക്കുന്ന മിക്ക സിനിമകളെ പറ്റിയും എനിക്കും അറിയത്തില്ല, വീഡിയോ കാണുന്ന നിങ്ങൾക്കും അറിയത്തില്ല. എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, മമ്മൂക്ക പറഞ്ഞ ആ സിനിമ ഏതാണ്, ഇത് ഏതൊക്കെയാണ് സിനിമ, രണ്ടാമത് പറഞ്ഞ സിനിമ ഏതാണ്, ആദ്യം പറഞ്ഞ സിനിമ ഏതാണ് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞ സിനിമകൾ, അത് ഏത് സിനിമ ആയിക്കോട്ടെ, കൊക്കായിക്കോട്ടെ, ഉണ്ണി ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ആ സിനിമകളൊന്നും കേരളത്തിലുള്ള ആളുകൾ ഇപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരു വസ്തുത, അല്ലെങ്കിൽ ആ ഒരു ശരി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ മറ്റ് നടന്മാരിൽ നിന്നും, മറ്റ് സിനിമാ പ്രേമികളിൽ നിന്നും, മറ്റ് ആരാധകരിൽ നിന്നും, മറ്റ് ഏതൊരു ആളെ എടുത്ത് നോക്കിയാലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നത്. നമുക്കറിയാം, മമ്മൂക്കയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മമ്മൂക്ക സിനിമ കാണും, സീരിയൽ കാണും, മമ്മൂക്ക കാണേണ്ട ഷോർട്ട് ഫിലിംസ് എല്ലാം കാണും. അതിനേക്കാളൊക്കെ അപ്പുറം ഒരുപാട് ബുക്കുകൾ വായിക്കും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാത്തിനും ഒരു കാരണമായിരിക്കുന്നത് അതുതന്നെയാണ്. അദ്ദേഹം മതേതരനാണ്. അദ്ദേഹം ഈ നാട്ടിൽ ജാതി വേണ്ട, മതം വേണ്ട എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ ജാതിയുടെയും മതത്തിൻ്റെ അതിർവരമ്പുകളെ വലിച്ചു കീറി എറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജാതിയില്ല, തികച്ചും ഒരു നല്ല മനുഷ്യസ്നേഹി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ സഹപ്രവർത്തകർ അഭിനയിച്ചിട്ടുള്ള, അത് ഈ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ഇനി ഷോർട്സ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എല്ലാം അദ്ദേഹം ഇരുന്ന് കാണും. കുത്തിയിരുന്ന് കണ്ടിട്ട് അതിൻ്റെ അറിയാവുന്ന ആളുകളാണെങ്കിൽ അവരെ വിളിച്ചിട്ട്, എടാ നീ ഇവിടെ ചെയ്തത് ശരിയായിട്ടില്ല, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നൊരു മമ്മൂക്കയാണത്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത മനുഷ്യനെന്ന് അർത്ഥം. അപ്പം അങ്ങനെ ഇന്ദ്രൻ സേട്ട അഭിനയിച്ചിട്ടുള്ള സിനിമകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ആർക്കും സിനിമകളെ പറ്റി അറിയില്ല. അതെല്ലാം പക്ഷെ മമ്മൂക്ക കുത്തിയിരുന്ന് കാണുന്നുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മമ്മൂക്ക എല്ലാ സിനിമകളെ പറ്റിയും കാണും, എല്ലാ സിനിമകളും കാണും എന്നതുകൊണ്ട് മമ്മൂക്കയുടെ ഉള്ളിലേക്ക് അങ്ങനെയുള്ള കുറച്ച് സിനിമകളോ അങ്ങനെയുള്ള മാനറിസംസോ വരുമെന്നല്ല. നമുക്കറിയാം, പല ആളുകളും ചിലരുടെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അവരിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ആ സിനിമ പാളിപ്പോകുന്ന പേടിച്ചിട്ട് കാണാതിരിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ലാലേട്ടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ സ്റ്റാർഡം ഉള്ളവരൊന്നും മറ്റുള്ളവരുടെ പടങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ മമ്മൂക്ക ഇതെല്ലാം കാണും, കണ്ടിട്ട് അതിനെ വിലയിരുത്തുകയും ചെയ്യും. അതാണ് മമ്മൂക്ക. അങ്ങനെ ഒരു മമ്മൂക്കയാണ്. അതുകൊണ്ട് തന്നെയാണ് തന്നോടൊപ്പമുള്ള ആളുകളെ, അല്ലെങ്കിൽ തനിക്കറിയാവുന്ന ആളുകളെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചേർത്ത് പിടിക്കുന്നത്. എന്തായാലും ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു വേഷപ്പകർച്ചയോടെ ഞാൻ കാണിച്ചു തരാം. ഇന്ദ്രൻ സേട്ടൻ ഈ കോട്ടിൻ സ്യൂട്ട് വിട്ട് യമനായിട്ട് അല്ലെങ്കിൽ കാലനായിട്ട് വരുന്ന ആ ഒരു മമ്മൂക്ക പറഞ്ഞൊരു വേഷത്തിൽ, ആ ഒരു പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു പ്രകടനമുണ്ട്, അല്ലെങ്കിൽ വേഷപ്പകർച്ചയുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം.
I said 23, going on a spree. Just set me free, VIP, walking easily. So casually, no PG, nothing mentally. That's a വരവ് guarantee. കണ്ടില്ലേ? Talk to me, numbers never lie. Add it up, that's me. I said 23. എൻ്റെ മോൻ ഇതേ ഒന്നുമല്ല, 18-ാം പടിയിലെ മമ്മൂക്കയെ പോലെ സ്റ്റൈൽ ആൻഡ് ലുക്കിൽ ആശാനായി എത്തി ഇന്ദ്രൻ സേട്ടൻ. ഞാൻ ആദ്യം പറയും യമൻ അല്ലെങ്കിൽ കാലൻ എന്നാണ്, അത് വേറെ കഥാപാത്രമാണ് കേട്ടോ. അതായത് 18-ാം പടിയിലെ മമ്മൂക്ക എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വേഷപ്പകർച്ചയിൽ ഇന്ദ്രൻ സേട്ടൻ ഈ പറയുന്ന ആശാൻ സിനിമയുടെ പ്രസ് മീറ്റിൽ വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് നിങ്ങൾ കാണുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ! നമ്മളൊക്കെ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെയും കാണുന്ന ഒരു വ്യത്യാസവും അദ്ദേഹത്തിൻ്റെ മുഖത്തോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇരിക്കാൻ സാധിക്കുക? നമ്മളൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ ഞാൻ വലിയ മറ്റേതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയും ഇല്ലാത്ത, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തൊട്ടേ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ വന്ന് ഇന്നും അന്ന് ഇങ്ങനെയാണോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തിളങ്ങി നിൽക്കുകയാണ്. അന്ന് ഒരുപാട് ബോഡി ഷേമിംഗ് ഉണ്ടായിരുന്നു. മമ്മൂക്ക പറഞ്ഞതുപോലെ ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിച്ച, ഒരുപാട് കളിയാക്കലുകളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ ഇന്ദ്രൻ സേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ആ കളിയാക്കലുകളെ എല്ലാം ഒരു പ്ലസ് പോയിന്റായിട്ട് എടുത്തുകൊണ്ട് തന്നെ അന്ന് കളിയാക്കിയ ആളുകളെ കൊണ്ട് കൈയടിപ്പിച്ചൊരു മുതൽ കൂടിയാണ് ഇന്ദ്രൻ സേട്ടൻ. ഈ വണ്ണമില്ലാത്തവൻ, ഈ അഭിനയിക്കാൻ അറിയാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂക്കയെ കളിയാക്കുന്നത് പോലെ അന്ന് ഒരുപാട് ആളുകൾ ഇന്ദ്രൻ സേട്ടനെ കളിയാക്കിയെന്നാണ് നമ്മുടെ മമ്മൂക്ക പറയുന്നത്. എന്നാൽ അതിനെയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അതിനൊന്നും റിയാക്ട് ചെയ്യാതെ അതിനെയൊക്കെ അഭിനയം കൊണ്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ദ്രൻ സേട്ടനെയാണ് നമ്മളിവിടെ കാണുന്നതെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. എന്തൊരു അത്ഭുതമെന്നല്ല, നമുക്ക് വേറൊന്നും പറയാനില്ല. എന്നും ഈ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കട്ടെ. പിന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ അടുത്ത് കുറവുകളെ ക്വാളിറ്റികളാക്കി മാറ്റിയ നടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സേട്ടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ട്, അതോടെ നിങ്ങളെന്ന് കാണിച്ചു തരാം. ഈ ഇന്ദ്രൻ സേട്ടനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇടം വരെ വരുമോ ഒന്നൊന്നും ചോദിച്ചൊന്നുമില്ല. ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കുക. കണ്ടില്ല, ഇതാണ് മമ്മൂക്ക പറഞ്ഞത്. അതായത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും കളിയാക്കിയ ഒരു കാര്യത്തിനെ ഇന്ന് അഭിനയം കൊണ്ട് എല്ലാവരെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ സേട്ടൻ എന്നാണ്. കുറവുകളെ കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലെത്തിയ, കുറവുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചൊരു മനുഷ്യനാണ് ഇന്ദ്രൻ സേട്ടൻ എന്നാണ് പറയുന്നത്. ഇന്ദ്രൻ സേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ ജനിച്ച സമയം മുതൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സ്കിന്നിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാറി, ഇങ്ങനെയൊക്കെ ഈ രീതിയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും മാറി എന്നല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്തുമായിക്കോട്ടെ, അഭിനയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷപ്പകർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന മമ്മൂക്കയെ പോലെ തന്നെ ഒരു കഥാപാത്ര രൂപീകരണത്തിന് വേണ്ടിയിട്ട് അയാൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കുറവുകളെ നമ്മൾ ബോധേഡാവുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അന്നും ഇന്നും എന്നും വെള്ളിത്തിരയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിഗ് സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെ ഇന്ദ്രൻ സേട്ടനും മാറുന്നു. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു മമ്മൂക്ക എന്നെന്നും കരുതലും അതേപോലെ തന്നെ സ്നേഹവും ഒക്കെ എല്ലാവരിലും ഇറ്റിറ്റ് കൊടുക്കുന്ന ആ ഒരു വ്യക്തിത്വം തന്നെയാണ് മമ്മൂക്ക എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അതായത് കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ലാളനയുടെയും എന്തൊക്കെ പേര് പറഞ്ഞാലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വിശേഷണങ്ങളില്ലാത്ത ഒരു നല്ല മനുഷ്യസ്നേഹി ഈ മമ്മൂക്കയാണ് എല്ലാവരും കളിയാക്കുന്നത്. എല്ലാവരുമല്ല, ഒരു കൂട്ടം ആളുകൾ. അത് ഏട്ടൻ ഭക്തൻസ് ആവാം, സംഘികളാവാം, ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമാകാം, കടുത്ത മമ്മൂക്ക വിരോധി തന്നെയാണ് അങ്ങനെയുള്ളവർ. എന്തായാലും അവരെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുക. മമ്മൂക്കയുടെ നല്ല പ്രവർത്തനങ്ങൾ ഇനിയും തുടരും, മമ്മൂക്കയുടെ ചേർത്ത് പിടിക്കൽ ഇനിയും തുടരും. കാണുമ്പോൾ കുരു പൊട്ടുന്നവരുണ്ടല്ലോ, നല്ല ആശുപത്രി കാണിച്ച് ആ കുരുപൊട്ടലിന് നല്ല മരുന്നും കൊണ്ടിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നാളത്തേക്ക് അത് ഉണ്ടാവില്ല. വീണ്ടും ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോടെങ്കിലുമൊക്കെ പോയി സംസാരിച്ചങ്ങ് തീർക്കുക. മമ്മൂക്കയ്ക്കെതിരെ ഈ പറഞ്ഞ പരിപാടിയായിട്ട് വരല്ലേ മക്കളെ. മമ്മൂക്ക മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യസ്നേഹി തന്നെയാണ്. അത് ഇനിയും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായിട്ട്, അല്ലെ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന, ഒരുപാടധികം സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ കേരളത്തിലുമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.